ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വൃന്ദാവനമാണ്. ആതിരയോട് ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു കമല. പെട്ടെന്ന് അനൂപ് വന്ന് ഫോൺ വാങ്ങുകയും ഇനി ആതിരയുമായിട്ട് ഒരു ബന്ധവും ഇവിടെയുള്ളവർക്ക് വേണ്ടെന്ന് പറയുകയും ചെയ്യുന്നു. അവള് ഇവിടെയുള്ളവരുടെ ഒന്നും വാക്കിന് വില കൽപ്പിക്കാതെയല്ലേ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ അവളെ ഇനി ഇവിടുന്ന് ആരും വിളിക്കണ്ട. നെല്ലിശ്ശേരിക്കാരി വിളിക്കുമ്പോൾ ഫോണും എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനൂപ് മുറിയിലേക്ക് പോവുകയാണ്. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ആതിരയുടെ ഫോണിലേക്ക് സന്ദീപ് വിളിക്കുകയാണ്. എന്താടോ സൗണ്ടിനൊക്കെ ഒരു മാറ്റം പോലെയെന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അത് പിന്നെ വീട്ടിലേക്ക് വിളിച്ചിരുന്നെന്നും അനൂപേട്ടനൊക്കെ പറയുന്നത് കേട്ടപ്പോൾ വിഷമം വന്നെന്നും ആതിര പറയുന്നു. എങ്കിലേ ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ പുറത്ത് നിൽപ്പുണ്ട്, താൻ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങി വരാൻ പറയുമ്പോൾ സന്തോഷത്തോടെ ആതിര താഴേക്ക് ചെല്ലുകയാണ്. സന്ദീപിനെ കണ്ടയുടൻ ആതിരയ്ക്ക് സന്തോഷമാവുകയാണ്. തുടർന്ന് രണ്ടുപേരും കൂടി ഊഞ്ഞാലിരുന്ന് വിശേഷങ്ങളൊക്കെ പറയുകയാണ്. ഇനി എന്നാ സന്ദീപേ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കുക എന്ന് ആതിര ചോദിക്കുമ്പോൾ സന്ദീപ് പറയുകയാണ്, അധികം വൈകാതെ തന്നെ അവരുടെയൊക്കെ ദേഷ്യം മാറിയിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വിളിക്കും. പിന്നെ മരണം വരെ നമ്മൾ ഒന്നിച്ചാകും. പിന്നെ താനേ ഓരോ കാര്യമുറത്ത് വിഷമിക്കരുത്. എൻ്റെ സ്വത്താ തൻ്റെ ഉള്ളിലുള്ളതെന്ന് ഓർമ്മ വേണം. ഇത്രയൊക്കെ കാര്യങ്ങളുണ്ടായിട്ടും ഞാൻ തകരാതെ പിടിച്ചു നിൽക്കുന്നതിൻ്റെ കാരണം തന്നെ ഇതാണെന്നും സന്ദീപ് പറയുന്നു. പിന്നെ ഇനിയും നമുക്കൊന്നിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയാലേ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് ദൂരേക്ക് എവിടെയെങ്കിലും പോകും. എന്നിട്ട് നമുക്ക് നമ്മുടെ കുഞ്ഞുമായി സുഖമായി ജീവിക്കാമെന്ന് സന്ദീപ് പറയുമ്പോൾ സന്ദീപിനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ആതിര. തുടർന്ന് വിഷമത്തോടെ സന്ദീപിനെ തള്ളിമാറ്റി ആതിര അകത്തേക്ക് പോകുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സന്ദീപിനെ കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആതിരയാണ്. അതേസമയം അങ്ങോട്ടേക്ക് അവന്തിക വരികയാണ്. അവന്തികയെ കണ്ടയുടൻ ദേഷ്യത്തിൽ നിൽക്കുകയാണ് ആതിര. തുടർന്ന് അവന്തിക പറയുകയാണ്, എനിക്കറിയാം നിനക്കിപ്പോൾ എന്നെ കണ്ടാലേ ദേഷ്യമാണെന്ന്. കാര്യങ്ങളെല്ലാം ഇവിടം വരെ കൊണ്ടെത്തിച്ചത് ഞാനാണല്ലോ. പക്ഷേ എനിക്കതിൽ ഒരു പശ്ചാത്താപവും തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? 2 പ്രാവശ്യം വിവാഹം മുടങ്ങിയ ഒരു പെണ്ണിൻ്റെ ചേച്ചിയാണ് ഞാൻ. രണ്ടാമത്തെ പ്രാവശ്യം വിവാഹം മുടങ്ങിയപ്പോഴേ അവളിത്തിരി വയലൻ്റായിരുന്നു. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് തോന്നി ആതിരയെ എന്തൊക്കെ വന്നാലും ഈ വീട്ടിലേക്ക് കയറ്റരുതെന്ന്. അതേ നിർബന്ധം മാറ്റിവെച്ചിട്ടാണ് അച്ഛനോട് നിന്നെ തിരികെ വീട്ടിലേക്ക് വിളിക്കാനും ഞാൻ പറഞ്ഞത്. പിന്നെ ആതിര വിഷമിക്കണ്ട. സന്ദീപ് എന്താണെങ്കിലും കുറച്ച് ദിവസം കഴിയുമ്പോൾ തിരികെ വരും. എനിക്ക് അവനോടുള്ള ദേഷ്യമെല്ലാം കുറഞ്ഞു വരുന്നുണ്ട്. ഇത് കേൾക്കുന്ന ആതിര ചോദിക്കുകയാണ്, ഏട്ടത്തി ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്? അതെ എന്ന് അവന്തിക പറയുന്നു. അല്ല, സന്ദീപ് നിന്നെ വിളിക്കാറുണ്ടോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ ഇന്നലെ വിളിച്ചായിരുന്നു, ഏതോ ഫ്രണ്ടിൻ്റെ വീട്ടിലെന്നാ പറഞ്ഞത്. പക്ഷേ ഇന്ന് വിളിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് ആതിര പറയുന്നു. നെല്ലിശ്ശേരി വീടിൻ്റെ അടുത്ത അവകാശിയാണ് നിന്റെ വയറ്റിൽ വളരുന്നത്. അതുകൊണ്ട് തന്നെ നീ അങ്ങനെ ടെൻഷനൊന്നും അടിക്കാൻ പാടില്ല. സന്തോഷമായി തന്നെ ഇരിക്കണം. ഇനി ഇവിടെ ആഘോഷത്തിൻ്റെ നാളുകളാ വരാൻ പോകുന്നതെന്നും അവന്തിക പറയുമ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ആതിരയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് അവന്തിക അവിടെ നിന്ന് ചിരിച്ചുകൊണ്ടിറങ്ങുമ്പോൾ അർച്ചന അത് കാണുകയാണ്. അർച്ചന സംശയത്തോടെ അവന്തികയെ നോക്കിയിട്ട് നേരെ ആതിരയുടെ അടുത്തേക്ക് പോകുന്നു. മോളെ, അവന്തികടത്തി എന്താ നിന്നോട് പറഞ്ഞതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ വിഷമിക്കണ്ടെന്നും സന്ദീപിനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാമെന്നും പറഞ്ഞെന്ന് ആതിര പറയുകയാണ്. ഇതൊക്കെ കേട്ട് സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന. എന്താണെങ്കിലും ഒരു കാരണവുമില്ലാതെ ഏട്ടത്തി നിന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കില്ല. എന്താണെങ്കിലും നീ അവരെ പൂർണ്ണമായി വിശ്വസിക്കാൻ നിൽക്കണ്ട. നിനക്ക് അവരുടെ സ്വഭാവത്തെക്കുറിച്ച് അറിയാവുന്നതല്ലേ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അന്ന് സന്ദീപിന്റെ വീഡിയോ കാണിച്ച കാര്യമെല്ലാം ആതിര ഓർക്കുന്നു. ചേച്ചി, പക്ഷേ ഇപ്പോൾ എന്നോട് അവർ സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത്. കുഞ്ഞിനെ നന്നായി നോക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞത്. ചേച്ചിക്കും അവർക്കും കിട്ടാത്ത സൗഭാഗ്യമാ എനിക്ക് കിട്ടിയതെന്നും അവർ പറഞ്ഞെന്ന് ആതിര പറയുമ്പോൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോവുകയാണ് അർച്ചന. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.